നമുക്കിന്നിവിടെ ഒരു പനീർ ടീക്ക ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് 200 ഗ്രാം പനീർ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കപ്പലണ്ടി, വറുത്ത കപ്പലണ്ടിയാണ്, വറുത്ത് തൊലി കളഞ്ഞ കപ്പലണ്ടിയാണ്. കുറച്ച് തൈര് എടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിയിലയും കൂടുതൽ മല്ലിത്തണ്ടാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 4 പച്ചമുളക്, 4 വെളുത്തുള്ളി അല്ലി, ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം കൂടെ ഒന്ന് നല്ലോണം അരച്ചെടുക്കണം. അരച്ചിട്ട് നമുക്ക് ഈ പനീറിൽ നല്ലോണം പുരട്ടി വെക്കണം. ഒരു 15 മിനിറ്റ് പുരട്ടി വെക്കണം. അതിന് ശേഷം നമുക്ക് പനീർ ടീക്ക ഉണ്ടാക്കാം. അപ്പോൾ നമ്മളിതേ മസാലയെല്ലാം അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്ക് പനീറിൽ പുരട്ടി ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിന് ശേഷം നമുക്കിത് വളരെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ മസാലയൊക്കെ ഒന്ന് പനീറിൽ തേച്ച് പിടിപ്പിക്കട്ടെ. ഇനി നമുക്ക് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് വറുത്തെടുക്കാം. നമ്മുടെ പനീറിൽ മസാല പുരട്ടി വെച്ചിട്ട് ഇപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് വറുത്തെടുക്കാം. വളരെ കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. ഞാൻ 1 സ്പൂൺ എണ്ണ തവയിൽ ഒഴിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സ്റ്റവ് ഇത്തിരി കൂട്ടി വയ്ക്കാം. നമ്മുടെ പനീർ ടീക്ക ഇവിടെ മറിച്ചിടാറായിട്ടുണ്ട്. നമുക്ക് കുറച്ചൊന്ന് മറിച്ചിടാം. ഇടയ്ക്ക് സ്റ്റവ് ഒന്ന് കൂട്ടി കുറച്ചൊക്കെ ഒന്ന് വെച്ച് കൊടുക്കണം. നമ്മുടെ പനീർ ടീക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം.